I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വാഗമൺ ടൂറിൻ്റെ ആദ്യ വീഡിയോ കണ്ടിരിക്കുമല്ലേ അല്ലേ? ഇഷ്ടമായോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഗമണ്ണിൽ ഒരുപാട് കാണാനുണ്ട്. ഒരു വീഡിയോ കൊണ്ടൊന്നും തീരത്തില്ല കേട്ടോ. അപ്പോൾ ഈ വാഗമണ്ണിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. വാഗമണ്ണിൽ വരുന്നവരെല്ലാം ഓഫ് റോഡ് ജീപ്പ് ട്രിപ്പ് ഒന്ന് നടത്തും. കാരണം മണ്ണ് വഴിയിലൂടെയുള്ളൊരു യാത്ര, അത് അതിസാഹസികമായ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. മഡ് വഴികളിലൂടെ, വളരെ നാരോ ആയ വഴികളിലൂടെയുള്ള ഒരു യാത്ര. മഡ് വഴിയെന്ന് പറഞ്ഞാൽ ചെളി മാത്രമല്ല കേട്ടോ. ഇതിപ്പോൾ കണ്ടാൽ നമ്മൾ ഓർക്കും വെറും മഡ് വഴിയാണ്. പക്ഷേ വലിയ ഉരുളൻ കല്ലുകളും ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴുകുന്ന കുത്തിച്ചാലുകളും അതുപോലെ തന്നെ സാമാന്യം ശക്തിയായി പരന്നൊഴുകുന്ന ഒരു കാട്ടാറും, പിന്നെ ഈ റോഡൊക്കെ അങ്ങ് കീറി മുറിഞ്ഞങ്ങ് കിടക്കുകയാണ്. അതിനകത്തൂടെ യാത്ര ചെയ്യാൻ ഭയങ്കരമായിട്ട് പേടിക്കും കേട്ടോ. ഇവയെ എല്ലാം കീറി മുറിച്ചുകൊണ്ടാണ് ഈ ജീപ്പ് യാത്ര. എനിവേ, ഈ ജീപ്പും അതിൻ്റെ ഡ്രൈവറും ഒക്കെ എക്സ്പേർട്സ് തന്നെ. ഇപ്പം എത്ര ഭയമില്ലാത്തവരും ഈ ജീപ്പ് ഉണ്ടല്ലോ, വലിയ കല്ലിൽ നിന്ന് മറ്റൊരു വലിയ കല്ലിലേക്ക് ചാടുമ്പോൾ അറിയാതെ തന്നെ കാറിപ്പോകുന്നുള്ളതാണ്. ഇനി ഓഫ് റോഡ് സവാരിയെ പറ്റി പറയാം. ഓഫ് റോഡ് സവാരി ഒരു 3 മണിക്കൂർ നേരത്തേക്ക് കാണും. ഈ ഓഫ് റോഡ് സവാരിയിൽ പോയെന്നാൽ നമ്മളെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണിക്കും. അതുപോലെ കാടിൻ്റെ ഭംഗിയും കാട്ടാറിൻ്റെ ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. 3 മണിക്കൂർ നേരത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് കുടിക്കാനൊക്കെ കുറച്ച് വെള്ളമൊക്കെ കരുതണം. അതുപോലെ വഴി വളരെ ബമ്പി ആയതിനാൽ ഒരു ചെറിയ ബാഗും കരുതണം, നമ്മുടെ ഫോണും വാലറ്റും ഒക്കെ ഇട്ട് സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ ജീപ്പിൻ്റെ ചാട്ടത്തിൽ അവ കയ്യിൽ നിന്ന് തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഓഫ് റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ രാവിലെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ ഒരു 6 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. രാവിലെ പോയെന്നാൽ വലിയ റഷൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഇവിടെ വരുന്നവർ മുഴുവനും ഈ ഓഫ് റോഡ് ജീപ്പ് യാത്രയൊന്ന് ചെയ്യും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വ്യൂ പോയിൻറ്റിലൊക്കെ അത്രയും തിങ്ങിക്കൂടി ആളുകൾക്ക് നിൽക്കാൻ ഇടയില്ല. അപ്പോൾ നമുക്ക് സ്വൈര്യമായിട്ടിരിക്കണമെങ്കിൽ രാവിലെ തന്നെ പോകാനായിട്ട് വേണം നിങ്ങളെ അറേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഓഫ് റോഡ് യാത്രയിൽ ആദ്യം നിർത്തത് ഫ്രോഗ് മൗണ്ടൻ അല്ലെങ്കിൽ തവളപ്പാറയിലാണ്. ഈ പാറ കണ്ടാലുണ്ടല്ലോ, ശരിക്കും ഒരു ചൊറി പിടിച്ച തവള പോലെയുണ്ട്. ഒരു യമണ്ടൻ പാറ തന്നെ കേട്ടോ. പണ്ട് ഈ പാറയുടെ മുകളിലോട്ട് വരെ ജീപ്പൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിന് വേറൊരു വഴിയുണ്ട്, പക്ഷേ ഇപ്പോൾ അത് നിരോധിച്ചിരിക്കുകയാണ്. റോഡിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ തവളപ്പാറ ആനപ്പാറയായിട്ട് കിടക്കുകയാണെങ്കിൽ മറ്റേ സൈഡിൽ അതിഭീമാകാരമായ കൊക്കയാണ്. വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിന്ന നിമിഷത്തിൽ കോടമഞ്ഞ് വന്നങ്ങ് മൂടും. ദേ നോക്കിക്കേ, രാവിലെ ആയതിനാൽ കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ്. നിരനിരയായ പച്ച മലകൾ കാണാം. അപാര ഭംഗി തന്നെയാണ് ഇത് കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓഫ് റോഡ് ആകുമ്പോൾ ശരിക്കും നമ്മുടെ ഹിൽ ടോപ്പുകളിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്കിക്കേ, എൻ്റെ പൊന്നെ, അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂസ് കണ്ടോ, അതിമനോഹരമായ കാഴ്ച തന്നെ. അങ്ങ് താഴത്തെ ഒരു വര പോലെ കാണുന്നത് എന്താണെന്നോ, ഒരു വാട്ടർഫോളാണ്. അതും സാമാന്യം ശക്തമായി വീഴുന്ന വാട്ടർഫോൾ തന്നെയാണ്. പക്ഷേ അത്രയും ദൂരെ ആയതുകൊണ്ട് ഇതൊരു വെള്ളി വര പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. വളരെ ഭംഗി തന്നെയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കേട്ടോ. പക്ഷേ വലിയ കല്ലുകൾക്കിടയിൽ കൂടെ പോകുമ്പോൾ ക്യാമറ ഒന്ന് നേരെ പിടിക്കാൻ പോലും സാധിക്കത്തില്ലെന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ വഴിയൊക്കെ കണ്ടെന്നാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ കുണ്ടും കുഴിയും തന്നെ. ഹസ്ബൻഡ് പിന്നെ ചിലയിടങ്ങളിലൊക്കെ ജീപ്പിൽ നിന്നും ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു. പുള്ളി അധികം ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് തന്നെ. പിന്നെ രാവിലെ ഈ തവളപ്പാറയിൽ വന്നാൽ സൂര്യോദയം കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 6 മണി കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് വലിയൊരു മൊട്ടക്കുന്നിൻ്റെ മുകളിലേക്കാണ്. ഇതാണ് കൊട്ടമല വ്യൂ പോയിൻ്റ്. ഇവിടെ മുഴുവൻ ഇഞ്ചിപ്പുല്ലാണ്. ഈ ഇഞ്ചിപ്പുല്ലിൻ്റെ ഇലയ്ക്ക് ഇഞ്ചിയുടെ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലും അതിമനോഹരമായ കുന്നുകളും താഴ്വരകളും കാണാം. ഈ കുന്നുകളും താഴ്വരകളും തന്നെയാണ് വാഗമണിൻ്റെ സൗന്ദര്യവും. രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞാണ്. ഇവിടെ നിന്നും നോക്കിയാലും വരിവരിയായി ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്ന തേയിലത്തോട്ടം കാണാം. വാവ്, ബ്യൂട്ടിഫുൾ. ശരിക്കും ഇവിടത്തേക്ക് പടം എടുക്കാനായിട്ടൊരു ഡ്രോൺ തന്നെ വേണം കേട്ടോ. നമ്മുടെ ക്യാമറ കൊണ്ടൊന്നും എടുത്തെന്നാൽ ഒന്നും ശരിയാകത്തില്ല. അതുപോലെ ക്യാമറയിൽ എടുത്താലൊന്നും ഭംഗിയില്ല, നിങ്ങളിവിടെ വന്ന് തന്നെ കാണണം.
ഞങ്ങൾ പോയ വഴിക്ക് കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും കുരുമുളക് തോട്ടവും ഒക്കെ കണ്ടു. കാപ്പിത്തോട്ടവും കുരുമുളക് തോട്ടവും ഒന്നും ഒരു പുതുമയില്ലായിരുന്നു, കാരണം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഏലത്തോട്ടം കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അയ്യോ, അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ കുത്തനെ ഒരു കയറ്റം കയറുകയാണേ. ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞ വഴി തന്നെ. കയറ്റം കയറിൽ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ ജീപ്പ് ഒന്ന് കറക്കിയാണ് ആ ഡ്രൈവർ ഒന്ന് നിർത്തിയത്. ഞാൻ വിചാരിച്ചു ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോയെന്ന്. ഇതുപോലെയൊക്കെയാണ് നമ്മൾ ചില സിനിമയിലൊക്കെ കാണാറില്ലേ, ഈ ജീപ്പൊക്കെ ഇങ്ങനെ വട്ടം ഓടിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഷൂട്ടിംഗ് പോയിന്റ്സുകളൊക്കെയാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് നോക്കിയെന്നാൽ നമ്മൾക്ക് ഇടുക്കി ഡാമിലെ വെള്ളം കാണാം. നോക്കിക്കേ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞെന്നാൽ ചെറുതായിട്ട് കാണാൻ, ക്യാമറ നല്ലവണ്ണം ഞാൻ സൂം ചെയ്തപ്പോഴാണ് അത് കാണാൻ സാധിക്കുന്നത്. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയെന്നാൽ ശരിക്കും കണ്ണ് പറിക്കാൻ തോന്നത്തില്ല കേട്ടോ. നേരിട്ട് കാണണമെന്ന് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഈ പോതപ്പുല്ലുകൾക്കിടയിലൂടെ പോയി. ഈ പോതപ്പുല്ലൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, പണ്ട് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ഈ പോത വെട്ടുമായിരുന്നു പശുവിനൊക്കെ കൊടുക്കാനായിട്ട്. ആ കാര്യമൊക്കെ ഓർത്തു പോയി. ഇതിനിടയ്ക്ക് കുറേ ആദിവാസികളൊക്കെ താമസമുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആദിവാസികളെ ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോറസ്റ്റിനകത്തുകൂടി കുറേ നേരം യാത്ര ചെയ്തു. ശരിക്കും വഴിയൊന്നും ഇല്ല. ഭാഗ്യത്തിന് വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ഈ വഴിയെ പോകുമ്പോൾ ഞങ്ങളുടെ ജീപ്പ് ഉണ്ടല്ലോ ഒരു കുഴിയിൽ വീണ് സ്റ്റക്കായിപ്പോയി. തൊട്ട് പിറകെ വേറൊരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെ ആ സഹായത്താൽ ഞങ്ങളുടെ ജീപ്പുകാരൻ ഞങ്ങളുടെ ജീപ്പിനെ അതിനകത്തുനിന്ന് പൊക്കിയെടുത്തു. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിനകത്തുകൂടി കുറേ യാത്ര ചെയ്തു. ആ റോഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. മഴയുള്ള കാലങ്ങളിലാണ് നിങ്ങൾ വാഗമണ്ണിൽ പോകുന്നതെങ്കിൽ ഈ വനത്തിൽ ഇറങ്ങുമ്പോഴും തേയിലത്തോട്ടങ്ങൾ ഇറങ്ങുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം. ഇവിടെ ഒരു സൈസ് അട്ടയുണ്ട്, അത് കടിക്കും. ഞങ്ങൾ വളരെ സൂക്ഷിച്ചാ പോയത്, എങ്കിലും എന്നെ ഒരു അട്ട കടിച്ചായിരുന്നു. ഒന്നും അറിഞ്ഞു പോലും ഇല്ല, വേദനയില്ല, ഒന്നുമില്ല. കോട്ടേജിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. ആ പരാക്രമത്തിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഒരു ചെറിയ ഒരെണ്ണമായിരുന്നു. പക്ഷെ നിങ്ങളത് എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഇത്രയും നയനാനന്ദകരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ അട്ടയും പുഴുവിനെയും ഒക്കെ അങ്ങ് മറന്നു പോകും. പക്ഷെ ആ ഒരു ശല്യം വാഗമണ്ണിലുണ്ട്, അത് പ്രത്യേകമായി സൂക്ഷിച്ചോണം. ഷൂസും ഒക്കെ ഇട്ട് വേണം പോകാനെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടായിട്ടും കടിച്ചു തന്നെ കേട്ടോ. അങ്ങനെ ഒരു ഇറങ്ങി ചെല്ലുന്ന ഒരു വലിയ കാട്ടരുവിയിലേക്കാണ്. ഇവിടെ സാമാന്യ ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാട്ടരുവിയിലൂടെ ജീപ്പ് ഓടിച്ചാണ് അപ്പുറത്ത് പോകേണ്ടിയത്. പക്ഷെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. വെള്ളം ഒഴുകി വീഴുന്നത് ഒരു സിമെൻറ്റ് വാർത്ത എഡ്ജിൽ കൂടിയാണ്. ആ എഡ്ജിൽ കൂടെ നടക്കാൻ നമുക്ക് സേഫാണ്. അല്ലാതെ നടുഭാഗത്താണെങ്കിൽ മുട്ടറ്റം വെള്ളമുണ്ട്. കൂടാതെ ഉരുളൻ കല്ലുകളും ആയതുകൊണ്ട് അതിന് ഇച്ചിരി വഴുക്കലുമുണ്ട്. അതുപോലെ നടക്കുന്നാൽ നമ്മൾ ശകലം പേടിക്കണം. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ കൂടെ വേണം നടക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ ആ വെള്ളത്തിൽ ഒന്ന് കളിച്ചൊക്കെ നിന്നു. ശരിക്കും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇത്രയും വെള്ളത്തിനകത്തൂടെ ജീപ്പ് ഓടിച്ചു പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഡ്രൈവർ വേറൊരു വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോയി. ഈ വെള്ളം ഒഴുകി ഇടുക്കി ഡാമിലോട്ടാണ് പോകുന്നത്. ഒരു വശത്ത് വെള്ളച്ചാട്ടമാണെങ്കിൽ മറ്റേ വശത്ത് ഒരു ടണലാണ്. ടണൽ വഴി വെള്ളം നല്ല ശക്തിയായി വരുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം എന്ന സിനിമയിൽ ഈ ടണലൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി പാറയുടെ മുകളിലൊക്കെ കയറി. എന്ത് പറയാനാണ്, ചെറിയ പ്രായത്തിലൊന്നും ഇതൊന്നും കാണാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ ശരിക്കും അങ്ങ് വിനിയോഗിച്ചെന്ന് മാത്രം. ഇവിടെയൊന്നും ഇറങ്ങാനൊന്നും കയറാനും ഒന്നും ഒട്ടും വിഷമമില്ല കേട്ടോ. പ്രായമായി എന്നും പറഞ്ഞു മടിയാണെന്നും പറഞ്ഞ് നിങ്ങളിതൊന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ. മടിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നേ. യൗവനം തിരിച്ചു വന്നതുപോലെയുള്ള ഉന്മേഷമാകും. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. എനിവേ, ഈ വെള്ളത്തിൻ്റെയും പാറക്കെട്ടുകളുടെയും ഇടയിൽ ഞങ്ങൾ കുറേ നേരം തുള്ളിച്ചാടി. ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടിട്ടാണോ വേറെ സ്ത്രീകളും വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു. ഓഫ് റോഡ് കഴിഞ്ഞ് നല്ല വഴി കണ്ടപ്പോഴത്തെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കണ്ടായിരുന്നു കേട്ടോ. ഓഫ് റോഡിൽ കൂടെ പോയതൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞെന്നാലും ഉണ്ടല്ലോ, ഒരു ചങ്കിടിപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഓഫ് റോഡ് യാത്ര ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഇവിടുത്തെ റോഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു പൊളിഞ്ഞതായതിനാലും പിന്നെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വഴിയോര കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അതിനാൽ ഞങ്ങൾ വീണ്ടും ഒരു ജീപ്പ് ഹയർ ചെയ്ത് വേറെ കുറേ ഇടങ്ങളിലും പോയി. പോയ വഴിക്കെല്ലാം തേയിലത്തോട്ടങ്ങൾ കണ്ടു. അവയുടെ ഭംഗി വർണ്ണനാതീതമാണ്. അങ്ങനെ ഞങ്ങൾ വേറൊരു വാട്ടർഫോളും കാണാൻ പോയി. ഈ വാട്ടർഫോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ജീപ്പ് ഈ വാട്ടർഫോളിനകത്ത് കൊണ്ട് അങ്ങ് നിർത്താം. ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. കാരണം കാറും വാഹനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട്. എന്നിട്ട് കുളിക്കും. ആളുകളൊക്കെ ഇവിടെ ഒന്ന് കുളിക്കും കേട്ടോ. കാരണം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണല്ലോ. കുളിച്ച് തുണി മാറാനായിട്ടൊരു 10 രൂപ എടുത്താൽ അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ വാഗമണ്ണിനുള്ളിൽ കൂടി ജീപ്പിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഒന്ന് നോക്കിക്കേ, നിങ്ങൾ തന്നെ ഒന്ന് ആസ്വദിച്ചോളൂ.
പച്ച പട്ടുടുത്ത കൂറ്റൻ മലകളും അതിൻ്റെ താഴ്വാരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ ഈ മലകൾക്ക് അരിഞ്ഞാണ് ഇട്ട പോലെയല്ലേ നിൽക്കുന്നത്? ഇടയ്ക്കിടയ്ക്കുള്ള ഈ മലകൾ കണ്ടോ? മൂടൽ മഞ്ഞുകൊണ്ട് നാണം മറിച്ച് ഒളികണ്ണുകൊണ്ട് നമ്മളെ നോക്കുന്നത് പോലെയല്ലേ ഈ മലകളെയൊക്കെ കണ്ടാൽ? അതുപോലെ ഈ മല കണ്ടാൽ ഒരു ആന കിടക്കുന്ന പോലെ തോന്നുന്നില്ലേ? വാവ്, സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഞങ്ങൾ ഒറ്റമരപ്പാലം വ്യൂ പോയിന്റിലേക്ക് പോയി. വലിയ ഒരു പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെയും ചെന്നിട്ട് വായും പൊളിച്ച് നോക്കി നിന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങ് താഴെ ഒരു അരുവിയുണ്ട്. അവിടെ ഒരു പൊട്ടുപോലെ ആളുകൾ നിൽക്കുന്നത് കണ്ടോ? അതും സൂം ചെയ്ത് നോക്കിയത് കൊണ്ട് കണ്ടതാണ്. ആ മലയുടെ മുകളിലും കുറേ വീടുകളൊക്കെ കാണാം. പിന്നെ പോയത് കുരിശുമല ആശ്രമത്തിലേക്കാണ്. കുരിശുമലയിൽ ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷേ അവിടെ കയറാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകൊണ്ട് ഞങ്ങൾ കുരിശുമല കയറിയില്ല. ഞങ്ങൾ ആശ്രമത്തിൽ പോയി. പോകുന്ന വഴി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെയും കുറേ പാറകളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി പിടിച്ച പാറകൾ തന്നെ ഇവിടെ. അതിനു പുറകിലും കൂറ്റൻ മലകളും താഴ്വാരത്തിൽ കുറച്ച് വീടുകളും ഒക്കെയായി നല്ല ഭംഗിയായ സ്ഥലം. ആശ്രമ വളത്തിൽ നല്ലൊരു പൂന്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സന്യാസിമാരാണ് ജീവിക്കുന്നത്. വെറൈറ്റി ഡാലിയയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ താമസിച്ച കോട്ടേജിന് സമീപവും കൂറ്റൻ പാറയുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് മുകളിലും വലിഞ്ഞു കയറി. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ജീപ്പിൽ സഞ്ചരിച്ചു. വാഗമണിൻ്റെ ന്യൂക്ക് ആൻഡ് കോർണർ മുഴുവനും കണ്ടു. ഞങ്ങൾ കണ്ടതിൻ്റെ ഒരംശം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് വാഗമൺ യാത്ര തീർന്നില്ല. നിങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കാൻ അടുത്ത ഒരു വീഡിയോ കൂടി കാണണം കേട്ടോ. ബായ്.